ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, 2024 ഒന്നാം ദിവസം അവസാനിക്കാറാകുമ്പോൾ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 203 സന്ദേശം നമുക്ക് ധ്യാനിക്കാം. കർത്താവ് ഈശോമിശിഹായുടെ പീഡാനുഭവം ഞാൻ സ്വന്തം ശരീരത്തിൽ പലപ്പോഴും അനുഭവിക്കുന്നു. ഈശോ സഹിച്ചതെല്ലാം ഞാൻ എൻ്റെ ഹൃദയത്തിലും അനുഭവിക്കുന്നു. എൻ്റെ സഹനങ്ങൾക്ക് ബാഹ്യമായ യാതൊരു അടയാളവുമില്ല. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുപക്ഷെ മറ്റാർക്കും ബാഹ്യമായിട്ട് കാണുവാൻ സാധിക്കാത്ത സഹനങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാവുക. ഒരുപക്ഷെ നമുക്ക് പോലും മനസ്സിലാക്കാനോ അറിയുവാനോ സാധിക്കാത്ത രീതിയിൽ വേദനയായും നീറ്റലായും വിങ്ങലായും ഭാരമായും ഒത്തിരിയേറെ സഹനങ്ങൾ വഹിക്കുന്ന മനുഷ്യർ നമുക്കിടയിലുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീന പറയുകയാണ്, കർത്താവ് ഈശോമിശിഹായുടെ പീഡാനുഭവം ഞാൻ സ്വന്തം ശരീരത്തിൽ പലപ്പോഴും അനുഭവിക്കുന്നു. ഈശോ സഹിച്ചതെല്ലാം എൻ്റെ ഹൃദയത്തിലും അനുഭവിക്കുന്നു. എൻ്റെ സഹനങ്ങൾക്ക് ബാഹ്യമായ യാതൊരു അടയാളവുമില്ല. ഈ ലോകത്തിൻ്റെ വേദനകൾ പലപ്പോഴും ക്രിസ്തുവിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈശോ ഈ ലോകത്തെ പ്രതി വേദനിക്കുന്നത്, ഓരോ ആത്മാവിൻ്റെയും നാശത്തിൽ ആ ആത്മാവിന് വില നൽകിയ ഈശോ വേദനിക്കുന്നത്, ഓരോ വ്യക്തിയുടെയും തകർച്ചയിൽ തന്നെ ജീവിതം നമുക്ക് രക്ഷയായിട്ട് നൽകിയ ഈശോ വേദനിക്കുന്നത്, ഈശോയെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലുമൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ ഭൂമിയിലെ ഒരു കുഞ്ഞിൻ്റെ വേദന അമ്മയ്ക്ക് ടെലിപ്പതിയിലൂടെ അനുഭവപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഏതെങ്കിലും രീതിയിലുള്ള സഹനങ്ങൾ അതുപോലെ അവരെ സ്നേഹിക്കുന്നവർക്ക് അകലങ്ങളിലായിരിക്കുമ്പോഴും അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് പോലെ, നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഈശോയുടെ ഹൃദയത്തിൻ്റെ വേദന ഹൃദയശുദ്ധിയും ആത്മാർത്ഥമായ സ്നേഹമുള്ള വ്യക്തിക്ക് അറിയാനായിട്ട് സാധിക്കും. അവിടെ നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തുവിൻ്റെ സ്നേഹം, അവൻ്റെ സഹനം അനുഭവിച്ചും നമുക്ക് ആ വിശ്വസ്തത നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ, നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിൻ്റെ സഹനത്തിൽ അസിസിലെ വിശുദ്ധ ഫ്രാൻസിസ് ഒക്കെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങ് എനിക്ക് വേണ്ടി സ്നേഹിച്ചതുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ടി സഹിച്ചു. അങ്ങ് എനിക്ക് വേണ്ടി സഹിച്ചതിൻ്റെ ആഴം ഒരല്പമെങ്കിലും അറിയാൻ എന്നെയും അനുവദിക്കണമേ. ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.